ഇപ്പോ നമ്മളിപ്പോ സ്റ്റെപ്സുകളും സ്റ്റേജസുകളും ഒക്കെ പഠിച്ചെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ ഒരു ക്ലയന്റ് വന്നിരുന്നാൽ അവർ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, ദൈവമേ, ഇപ്പൊ ഈ പഠിച്ചതും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ പോകുന്നത്. അറ്റൻഡിങ്, റെസ്പോണ്ടിങ്, പേഴ്സണലൈസിങ്, പിന്നെ അതേപോലെ തന്നെ ഗോൾ സെറ്റിംഗ്, ടെർമിനേഷൻ, ഈ ലെവലിലേക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തുടക്കത്തിന്റെ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആശങ്കകൾ ഓവർകം ചെയ്യാൻ നമ്മൾ എല്ലാ സമയത്തും കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻസ് വരുത്തണം. എല്ലാ മേഖലയിലും ഇപ്പൊ AI ഉണ്ട് അല്ലെ? ഏത് മേഖലയിൽ, ടീച്ചിങ്ങിലുണ്ട്, കാർപ്പൻട്രി വർക്കിലുണ്ട് അല്ലെ, മേസൺ വർക്കിലുണ്ട്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, പൈലറ്റ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, എല്ലാ മേഖലയിലും, ഏത് മീൻ കച്ചവടക്കാരന് വരേക്കും AI എങ്ങനെ ഉപയോഗപ്പെടുത്താം, മീൻ പിടിക്കുന്നവർക്ക്, ബോട്ട് ഫിഷിങ്ങിന് പോകുന്നവർക്ക്, എങ്ങനെ തുടങ്ങിയിട്ട് സകല മേഖലകളിലും ഇതിന്റെ എന്തുണ്ട്, ഇതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ച് ഇത് നല്ല ഒരു ഐഡിയ ഇതിലൂടെ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കൗൺസിലർമാർ എന്ന നിലക്ക് നമുക്കും ഇതിനെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി കഴിയും. ഞാൻ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫ്ലൈനിൽ വരുന്ന സമയത്തും അതേപോലെ തന്നെ നമുക്ക് ഭാവിയിൽ കോഴ്സ് തീർന്നിട്ട് നമ്മൾ എക്സാമിന്റെ മുന്നേ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബേസിക് കാര്യങ്ങളാണ്. ChatGPT ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കിപ്പോ കൗൺസിലിങ്ങിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. ഈ കേൾക്കുന്നവരിൽ ആർക്കൊക്കെ ChatGPT അറിയാം? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് മൈക്കോ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുക, ആരെങ്കിലും ഒന്ന് പറയാം. ഓക്കെ, അതിലൊക്കെ അറിയാം. ഇതിലൊക്കെ കുറച്ച് അത്ര വലിയ നോളജിന്റെ ഒന്നും അത്ര ഡീപ്പ് നോളജിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പറയുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്, എൻ്റെ സ്ക്രീന് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരുടെയും പിന്നെ കയ്യിലുള്ള സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ജസ്റ്റ് ChatGPT എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ChatGPT കിട്ടും. ഇതിന്റെ പെയ്ഡ് വെർഷനും ഉണ്ട്, ഫ്രീ വെർഷനും ഉണ്ട്. ഫ്രീ വെർഷനിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, നമ്മളിപ്പോ പെയ്ഡ് വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പൊ ChatGPT ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു പിന്നെ ഒരു സ്ക്രീൻ കിട്ടും നമുക്ക്. ടൈപ്പ് ചെയ്യുന്നത് ChatGPTയോട് ചോദ്യം ചോദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. നമുക്ക് നല്ല ക്വസ്റ്റ്യൻ വളരെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ നല്ല രീതിയിലുള്ള ആൻസറുകൾ കിട്ടും. ഓക്കെ, ഇനി ആരെങ്കിലും ഒരു ആള്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം പറയുക, ഒരു കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, നിങ്ങളെ സമീപിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഫേസ് ചെയ്യുന്നതായിട്ടുള്ളതോ എന്തെങ്കിലും ഒരു വിഷയം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ആർക്കും ഒരു പ്രശ്നവും ഇല്ലേ? ചോദിച്ചത് മനസ്സിലായില്ല. നിങ്ങളുടെ മുന്നിൽ ഒരു കൗൺസിലിങ്ങിനായിട്ട് വന്ന കേസുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കേസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നതോ, അല്ലെങ്കിൽ ഈ വിഷയത്തിന് എങ്ങനെ കൗൺസിലിംഗ് സ്റ്റെപ്സുകൾ, സ്റ്റേജസുകൾ എടുക്കാമെന്നാണെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ നിങ്ങൾ തന്നെയോ എന്തെങ്കിലും ഒരു വിഷയം കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട്. How to deal an affair case. How to deal an affair case. Affair case. Okay. Affair case. Okay. ഇതില് how to deal an affair case അല്ലെ? ആ അഫെയറിലുള്ള വ്യത്യസ്ത പ്രശ്നങ്ങളൊന്ന് പറയാമോ?
ഇപ്പൊ ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എല്ലാവർക്കും മലയാളം പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇംഗ്ലീഷില് ടൈപ്പ് ചെയ്ത് മംഗ്ലീഷ് ആക്കുന്ന ഒരു സാധനം ഉണ്ട്. ഇപ്പൊ എഴുത്തുപുര, കുറെ സാധനങ്ങളുണ്ട്. എഴുത്തുപുര എന്ന് പറയുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ എഴുത്തുപുരയിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ല, ഗൂഗിൾ എഴുത്തും ഉപകരണങ്ങൾ ഓൺലൈനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ? ഓക്കെ. ഓക്കെ. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് മലയാളത്തില് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അഫെയർ കേസ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് തൽക്കാലം ഇംഗ്ലീഷിൽ തന്നെ അഫെയർ കേസ്. ആ അഫെയർ കേസിൽ ഉള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? നിങ്ങൾക്ക് പറയാം അത് സംഭവം ഇന്ന വിഷയങ്ങളാണെന്ന്. പാരന്റ്സ് ഇത് വേർപെടുത്തണം. അതേസമയം സ്റ്റിക്ക് ഓൺ ചെയ്യാണ് ലേഡി, മോള് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അപ്പൊ അതെന്ന് ഇങ്ങനെ ഡീൽ ചെയ്യും? രക്ഷിതാക്കൾക്ക് സമ്മതമല്ല അല്ലെ? ഇല്ല. ഓക്കെ, നമുക്ക് ഓക്കെ. രക്ഷിതാക്കൾക്ക് സമ്മതമല്ല. ഓക്കെ. പക്ഷേ പെൺകുട്ടിയാണോ കേസ് അല്ല ആൺകുട്ടിയാണോ? അതെ, പെൺകുട്ടി. പക്ഷേ പെൺകുട്ടി ഈ വിവാഹം തന്നെ മതി എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഒരു വിഷയം അല്ലെ? ഇതിൽ വേറെ പ്രശ്നം ഉണ്ടോ? വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഈ വിഷയത്തിൽ തന്നെയാണോ? ഈ വിഷയത്തിൽ തന്നെ ഉണ്ടെങ്കിലും മതി, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇല്ല. ഓക്കെ. ഇനി നിങ്ങൾ ജസ്റ്റ് പച്ച മലയാളത്തിൽ എന്തെന്ന് ടൈപ്പ് ചെയ്യുക. അതായത് പിന്നെ ഈ വിഷയം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇംഗ്ലീഷിലെ സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഇംഗ്ലീഷിൽ ഒരു സൊല്യൂഷൻ തരിക. ഓക്കെ. ഇതെന്ത് ചെയ്യാം? ചാറ്റ് ജിപിയുടെ ബോക്സിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നോക്കുക. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കിപ്പോ കൗൺസിലിംഗ് സ്റ്റേജസും കാര്യങ്ങളൊക്കെ അറിയാം. ഈ സ്റ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 16 സ്റ്റേജുകളാക്കി പഠിപ്പിക്കുന്നവരുണ്ട്, 8 സ്റ്റേജസ് ആക്കി പഠിപ്പിക്കുന്നവരുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് സ്റ്റേജസ് ചിലർ 8 പറയും, ചിലർ 16 പറയും. പക്ഷെ 8 പറഞ്ഞാലും 16 പറഞ്ഞാലും അതിൽ നമ്മൾ ഈ പറയുന്ന 5 എണ്ണം ഉണ്ടായിരിക്കും. ഈ 5 എണ്ണമാണ്, ഈ 5 എണ്ണത്തിനെ എലോബറേറ്റ് ചെയ്തതായിരിക്കും ഈ 8 എന്ന് പറയുന്നതും 16 എന്ന് പറയുന്നതും ഒക്കെ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ചാറ്റ് ജിപിടി നമുക്ക് തന്നിട്ടുള്ള ഈ പോയിന്റുകളിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. നിങ്ങൾ വിചാരിച്ചേക്കരുത് ഇത് ഇത്രയും സിമ്പിൾ ആണ്, ഇതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോ നമ്മൾ ഇതിനെ കോഴ്സ് പഠിച്ചതെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഓക്കെ, ഞാനതൊരു വേർഡിലേക്ക് ഒന്ന് വലുതാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആക്കിയിട്ട്, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ചും കൂടി വലുതായിട്ട് കാണാം. ഓക്കെ, നോക്കുക. ക്രിയേറ്റ് എ സേഫ് സ്പേസ് അല്ലെ, അതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ക്രിയേറ്റ് എ സേഫ് സ്പേസ്. ഇതെന്താണ്? ഇതിനെ നമ്മൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെന്താണ്? ക്രിയേറ്റ് എ സേഫ് സ്പേസ്. അറ്റൻഡിങ്ങിന്റെ സമയത്ത് അവർക്ക് നമ്മൾ ക്ലയന്റിന് മീൻസ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്ന പിന്നെ സേഫ് ആണ്, സെക്യൂർ ആണ്, എന്ത് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് പറയാം, റാപ്പോ ബിൽഡ് ചെയ്യുക എന്നതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്നത് അപ്പാടൊന്നും വിഴുങ്ങൊന്നും വേണ്ട കേട്ടാ. ഇത് നമുക്ക് എടുക്കാനുള്ള, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തന്നെ ഒരു കേസ് പറഞ്ഞുകൊണ്ട് വിളിക്കും അല്ലേ, സർ ഒരു കൗൺസിലിങ്ങിന് അപ്പോയിന്റ്മെന്റ് വേണം, അല്ലെങ്കിൽ മാഡം ഒരു കൗൺസിലിങ്ങിന് അപ്പോയിന്റ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി, വൈഫിന് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ
അത് നമ്മൾ നോട്ട് ചെയ്യും. എന്താണ് കേസ്? മകള് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മകൾക്ക് അഫെയർ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് പ്രശ്നമാണ്, വൈഫ് പ്രശ്നമാണ്, അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പറഞ്ഞു, സാമ്പത്തികമായ പരാധീനതകളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് 1 മിനിറ്റിലോ 2 മിനിറ്റിലോ എന്തിനു വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വരുന്നത് എന്ന പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കൗൺസിലിങ്ങിന് വരുന്നതിന്റെ മുൻപായി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിനു വേണ്ടി മാത്രമാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ബാക്കി നമ്മുടെ സ്കില്ലും നമ്മുടെ അനുഭവ പരിചയവും ഒക്കെയാണ് ഇതിനെ വളർത്തി വലുതാക്കുന്നത്, വിജയിപ്പിക്കുന്നത്. ഓക്കെ, നോക്കൂ, create a safe space. നോക്കൂ, the psychologist should create a safe, non-judgmental. നോക്കൂ, non-judgmental നമ്മൾ പഠിച്ചിട്ടുള്ള വേർഡ് അല്ലേ? non-judgmental എന്തായിരിക്കരുത്? നമ്മൾ മുൻവിധിയോട് കൂടിയിട്ട് അവരെ സമീപിക്കാൻ വേണ്ടി പാടില്ല. എൻവിറോൺമെന്റ് where the girl feels comfortable expressing her thoughts, feelings and desires regarding the marriage. Okay, this includes understanding her reasons for wanting the marriage and exploring her emotional and cognitive perspective. Okay, ഇത് നമുക്ക് എന്താ മനസ്സിലായത്? അവരെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മള് ക്ലയന്റ് എല്ലാതും ഓപ്പൺ ചെയ്യണം, എന്നാലേ നമുക്ക് അതിന് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അവരുടെ ഫീലിംഗ്, അവരുടെ ഡിസയറുകള്, മാരേജിനെ കുറിച്ചിട്ടുള്ള അവരുടെ ചിന്തകൾ, ഇതിനെല്ലാം ഓപ്പൺ ആക്കുവാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. പാരന്റ്സിന്റെ സൈഡ് നോക്ക്. സിമിലർലി ദ പാരന്റ്സ് കൺസേൺ ആൻഡ് ഒബ്ജെക്ഷൻസ് മസ്റ്റ് ബി ഹിയർഡ്. നമ്മൾ മുൻവിധി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഒരു പക്ഷേ ഇന്റർകാസ്റ്റ്, ഒരു പക്ഷേ എന്താ പറയുക, വ്യത്യസ്ത മതങ്ങൾക്കകത്ത് തന്നെയുള്ള ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കുക. സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരേ മതവിഭാഗക്കാർ, ഇപ്പോൾ പിന്നെ അഫെയർ കേസ് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. ഒരേ മതവിഭാഗക്കാർ ഒരുമിച്ച് പോകാവുന്ന എല്ലാ തരത്തിലുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൗൺസിലർ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള ചില എന്തുണ്ടായിരിക്കും, അച്ഛനും അമ്മയല്ലേ അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മക്കളെ വളർത്തുക എന്നൊക്കെ പറയും, വലുതാക്കുക, അവരുടെ വിവാഹം, അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ അവർ വലിയ, ഈ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരിക്കും. വലുതാവുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു അഫെയർ ഉണ്ട് എന്ന് പെട്ടെന്നാണല്ലോ അത് പുറത്തറിയാൻ. ഒന്നുകിൽ പിടിക്കപ്പെടും, അല്ലെങ്കിൽ കല്യാണാലോചന നടത്തുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട് അച്ഛ അമ്മ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ എന്ന് പറയുമ്പോഴായിരിക്കും അവരറിയാം. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും അതിൽ. അപ്പൊ ആ ടെൻഷനെ കുറക്കുക എന്നതാണ് മിക്കപ്പോഴും കൗൺസിലർ എടുക്കുന്ന ജോലി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യരുത്? രക്ഷിതാവിനോട് കൂടെ നിന്ന് ഇതിനെ വേർപെടുത്താനോ കുട്ടിയോട് കൂടി ചേർന്ന് നിന്ന് ഇതിനെ ഒരുമിപ്പിക്കാനോ നോക്കരുത്. ഒരുമിച്ച് പോകാവുന്ന സാധ്യതകൾ അവിടെ തെളിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരുമിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് മസ്റ്റ് ബി ഹിയർഡ് ഇൻ റെസ്പെക്ട്ഫുൾ ആൻഡ് ഓപ്പൺ സ്പേസ്. ഓപ്പൺ സ്പേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എന്താണ്? അവർക്ക് എന്തും തുറന്നു പറയാനുള്ള. എന്നിട്ട് പിന്നെ നോക്കൂ, നമ്മളിപ്പോ പറഞ്ഞ കാര്യം, ദ കൾച്ചറൽ, ഇമോഷണൽ ഓർ പ്രാക്ടിക്കൽ വറീസ്. എന്താ പ്രാക്ടിക്കൽ വറീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭവം തന്നെയാണ്. ഏതാണ്? പ്രാക്ടിക്കലി ഇതിനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ വിഷയത്തെ എന്താ ചെയ്യുക, ഇമോഷണൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല, പ്രാക്ടിക്കലായിട്ട് സമീപിക്കുക എന്ന ഒരു ഇതിലേക്ക് അവരെ കൊണ്ടുവരാനാണ്. ഓക്കെ, എന്നിട്ട് ഷുഡ് ബി അക്നോളേജ് വിതൗട്ട് ജഡ്ജ്മെന്റ്. ഇപ്പൊ നമുക്കൊരു വിഷയം കിട്ടി, എന്താണ്? ഈ കേസ് വന്നു കഴിഞ്ഞാൽ കുട്ടിയെ കേൾക്കണം, അതുപോലെ തന്നെ രക്ഷിതാവിനെ കേൾക്കണം. സെക്കൻഡ്ലി നമ്മൾ പഠിച്ചു എംപതി ആൻഡ് ആക്റ്റീവ് ലിസണിങ്, അല്ലെ? നമ്മൾ പഠിച്ചു ആക്റ്റീവ് ലിസണിങ്. അറ്റൻഡിങ്ങിലാണ് ആക്റ്റീവ് ലിസണിങ് വരുന്നത്. എംപതറ്റിക്കൽ റെസ്പോൺസ് നമ്മൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദ സൈക്കോളജിസ്റ്റ് ഷുഡ് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപതി ടുവേർഡ്സ് ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടികളുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് അവരെ കേൾക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം.
ഓക്കെ, ഇതൊന്നും മുഴുവനൊന്നും നോക്കേണ്ടതില്ല കേട്ടോ. എൻഷുറിങ് ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം. ഇതിനെ മുഴുവനായും ഡിപ്പെൻഡ് ചെയ്തേക്കരുത്. അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് പെർസ്പെക്റ്റീവ്സ്, ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും. ഫോർ ദ ഗേൾ, ഫോർ ദ പാരൻസ്, രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ്സ് എന്തിനെ പറ്റിയിട്ടുള്ളത് നോക്കുക. അണ്ടർസ്റ്റാൻഡ് ഹെർ മോട്ടിവേഷൻ, എന്താണ് ഇതിന്റെ മോട്ടിവേഷൻ. ഹൗ ഡസ് ഷീ ഫീൽ ഇമോഷണലി കണക്റ്റഡ് ടു ദ പാർട്ട്ണർ, എത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആണ് പാർട്ട്ണറുമായിട്ട്. ഈസ് ഷീ ഫുള്ളി അവെയർ ഓഫ് ദ പൊട്ടൻഷ്യൽ ചേഞ്ചസ്. ഞാനൊരു അനുഭവം ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ്, ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരു ക്ലയൻറ്റ് പിന്നെ ഇതാണ് അഫെയർ കേസാണ്. അതിനെ പഠിച്ചു നോക്കുമ്പോൾ പയ്യന്റെ ഭാഗത്ത് നിന്ന് ഈ പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം എന്ന്, അവന്റെ ഉദ്ദേശം എന്ന് ഇവരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി. ഉപയോഗപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവസാനം ഇത് കല്യാണത്തിനോട് അടുക്കുന്ന സമയത്താണ് ഒരുപക്ഷെ ഇവന് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുക. അത് അവളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താണ് ഇപ്പൊ അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇത് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പൊ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നത്, സർ വീട്ടിൽ കല്യാണാലോചന നടക്കുന്നു, എനിക്ക് ഒരു പയ്യനുമായിട്ട് അഫെയർ ആണ്, എങ്ങനെ പറയും, ഫ്രണ്ടുമായിട്ടാണ് വന്നത്. ഓക്കെ, കല്യാണം കഴിഞ്ഞ ഫ്രണ്ടുമായിട്ട്. ഇപ്പൊ ഞാൻ അവളുടെ അടുത്ത് ഫസ്റ്റ് സിറ്റിങ്ങിൽ എന്നെ ബോധ്യപ്പെട്ടു, കാരണം പല പ്രാവശ്യം ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മോളൊരു കാര്യം ചെയ്യ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇയാളുടെ സംസാരിച്ച്, ഈ പയ്യനായിട്ട് സംസാരിച്ച്, വീട്ടിൽ കല്യാണാലോചന നടക്കുന്നു, ഞാനും ഇത് വീട്ടിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ്, അപ്പോ എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ വരാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ നെക്സ്റ്റ് ഡേയിലല്ല, സെയിം ഡേയിൽ തന്നെ വന്നു. ഇത് രാവിലെ വന്നു, ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു, സാർ എനിക്ക് സാറിനെ കാണണം, ഞാൻ പ്രപ്പോസ് ചെയ്ത് വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പ്രപ്പോസ് ചെയ്ത ഉടനെ ഒരുപാട് മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണം, ഇവർ ആ ഫീലിംഗിലേക്ക് കൊണ്ടുവരണം. അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ഇവിടെ ഞാനിപ്പോ ഈ ഒരു പോയിന്റ് വിശദീകരിക്കുന്നിടത്താണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല? അണ്ടർസ്റ്റാൻഡ് ഹെർ മോട്ടിവേഷൻ. ഡസ് ഷീ ഫീൽ ഇമോഷണലി കണക്റ്റഡ് ടു ദ പാർട്ട്ണർ? ഇമോഷണലി ഫീൽ ടു ദ പാർട്ട്ണർ, അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിൽ നിന്ന് എടുത്താൽ മതി. ഇമോഷണലി അവരെത്രത്തോളം കണക്റ്റഡ് ആണ് എന്നത് നമ്മൾ പ്രധാന കൺസേൺ ആണ്. ഇനി ഫോർ ദ പാരൻസ്, വാട്ട് ആർ ദെയർ സ്പെസിഫിക് കൺസേൺസ്? എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് കുട്ടിയെ എന്താ പറയാ, സാറേ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ മകളെ ഇതിൽ നിന്ന് രക്ഷിച്ചു തരണം. പെൺകുട്ടികളുടെ രക്ഷിതാക്കളാണ് നമ്മൾ കൗൺസിലർമാരുടെ അടുത്തേക്ക് കൂടുതലും ഈ വിഷയം പറഞ്ഞുകൊണ്ട് വരിക. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കുക. പിന്നെ ഫോസ്റ്ററിങ് ഡയലോഗ്, ബ്രിഡ്ജിങ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിൽ എല്ലാ ഭാഗങ്ങളും എടുക്കേണ്ടതില്ല കേട്ടോ. ബ്രിഡ്ജിങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടാകുന്ന. ക്ലാരിഫൈയിങ് വാല്യൂസ് ആൻഡ് ഗോൾസ്, ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലാരിഫൈ ചെയ്യുക, അവരുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് ഇതും കൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങൾ എന്താണ്. വേറെ ഒരു കേസ്, ഇപ്പൊ നിലവിലുള്ള ഒരു കേസാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിന്റെ മുന്നേത്തെ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും സൂചിപ്പിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പെൺകുട്ടി നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, 1 വർഷത്തോളമായി നിക്കാഹ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ വീട്ടിലെ ഹസ്ബൻഡിന്റെ മദറിന്റെ ഭാഗത്ത് നിന്നും വലിയ തോതിലുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, നീ എൻ്റെ മദറിനെ അനുസരിക്കണം എന്ന് ഹസ്ബൻഡ് വിളിച്ച് പറയുന്നു. പിന്നെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ജോലിക്ക് പോകുന്നത് അവന് ഇഷ്ടമല്ല. ഈ കുട്ടിയാണെങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവളെ ഒരു തീരുമാനം എടുക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നീ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, എഴുതിപ്പിക്കുക. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഇഫ് യു സെലക്ട് ദിസ് ചോയ്സ്? നീ ഈ ചോയ്സ്, ഈ അവസരം ഉപയോഗപ്പെടുത്തി നിക്കാഹ് കഴിഞ്ഞു, ഇനി ഒരു ഫംഗ്ഷനും കഴിഞ്ഞ് ഇവന്റെ കൂടെ ജീവിതം ആരംഭിച്ചാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക, എന്തൊക്കെ ലാഭങ്ങൾ, എന്തൊക്കെ നഷ്ടങ്ങൾ. ഇനി അതല്ല, ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ലാഭങ്ങൾ, എന്തൊക്കെ നഷ്ടങ്ങൾ അവളെ കൊണ്ട് എഴുതിപ്പിക്കുക. അപ്പൊ അവൾ എഴുതുമ്പോൾ അവൾ ചിന്തിച്ച് ആലോചിച്ച് എഴുതുകയാണ്, ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് ഒരുപാട് ലോസ് മാത്രമേ ഉള്ളൂ, എനിക്ക് ലാഭങ്ങളൊന്നുമില്ല, എൻ്റെ കരിയർ നഷ്ടപ്പെടുന്നു, എൻ്റെ ശോഭനമായ ഭാവി നഷ്ടപ്പെടുന്നു, ജോലി ചെയ്യുക എന്ന് പറയുന്ന എൻ്റെ ഇഷ്ടത്തിന് തടസ്സം നിൽക്കുന്നു.
വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പെണ്ണായി ഞാൻ മാറുന്നു. ഇങ്ങനെ തുടങ്ങി നഷ്ടങ്ങളുടെ ഒരു കണക്കാണ്. അപ്പോൾ അവള് എന്ത് ചെയ്യുന്നു, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഷീ ഡിസൈഡഡ് ടു ക്വിറ്റ്. എന്ത് ചെയ്യാ, കാരണം എന്താണ്, ലൈഫ് മുന്നോട്ട് പോകില്ല, ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഗോൾസിന് എന്തൊക്കെയാണ് അവരുടെ ഗോൾ, എന്തൊക്കെയാണ് വാല്യൂസ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് ലോസസ് എന്നതിനെ കുറിച്ച് അവർക്ക് ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക. ഇവാലുവേറ്റിംഗ് കോൺസിക്വൻസസ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എംപവറിംഗ് ദ ക്ലയന്റിനെ, ഇതാണ് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ് സൂചിപ്പിച്ച പോയിന്റ്. ഇതാണ് എംപവറിംഗ് ദ ക്ലയന്റിനെ എംപവർ ചെയ്യുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊരു പക്ഷെ കൺഫ്യൂസ്ഡ് ആവും. എങ്ങനെ കൺഫ്യൂസ്ഡ് ആകും? ഞാനിപ്പോ ഈ പറഞ്ഞ പെൺകുട്ടി തന്നെ ക്വിറ്റ് ചെയ്യുക എന്ന് പറയുന്ന തീരുമാനം അവളെ ഞാൻ എംപവർ ചെയ്ത് എടുപ്പിച്ചതാണ്. ലൈഫ് എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുക്കുമ്പോൾ there are lots of emotional problems അല്ലേ? അവിടെ കുറെ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്. എന്താണ്, ആളുകളെ വിളിച്ചിട്ട് നിക്കാഹൊക്കെ ചെയ്ത് എല്ലാവരും അറിഞ്ഞു എൻ്റെ നിക്കാഹ് കഴിഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു പയ്യനെ കിട്ടണമെങ്കിൽ വിവാഹ മാർക്കറ്റിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് ആണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ നിന്റെ അടുത്ത് എന്തുണ്ട്? യു ആർ എഡ്യൂക്കേറ്റഡ്, യു ആർ ബ്യൂട്ടിഫുൾ, യുവർ ഫാമിലി ഈസ് വെരി എന്താ പറയാ, വെരി ഗുഡ് ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കെ എന്താണ്, ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണോ അതോ മോൾക്ക് ഇങ്ങനെ ചെയ്യണോ? ടേക്ക് ദ ഡിസിഷൻ. അപ്പൊ അടുത്ത ദിവസം വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് വരികയാണ്. ഓക്കെ, ഐ എം എഡ്യൂക്കേറ്റഡ്. അപ്പൊ ഈ കുട്ടീന്റെ മനസ്സിൽ നമ്മൾ എംപവറിംഗ് വേർഡ്സ് എന്താണ്? ഐ എം എഡ്യൂക്കേറ്റഡ്, ഐ എം ബ്യൂട്ടിഫുൾ, ഈസ് വെരി ഗുഡ് ബാക്ക്ഗ്രൗണ്ട്, എല്ലാം പോസിറ്റീവാണ്. ഞാൻ ഇതിനോട് പിന്നെ എന്താ പറയാ, സമരസപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ താതാത്മ്യപ്പെട്ടുകൊണ്ട് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഫ്യൂച്ചറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ പെയിൻഫുൾ ആയിട്ടുള്ള ഈ തീരുമാനം ഭാവിയിൽ എനിക്കത് ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പൊ എനിക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിലൂടെ. ഇതാണ് എംപവറിംഗ് ദ ക്ലയന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പ്രൊവൈഡ് കണ്ടിന്യൂസ് സപ്പോർട്ട്, നമ്മൾ പഠിച്ചതാണ്, കാര്യമായിട്ട് സപ്പോർട്ടൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇത്. ഓക്കെ, നോക്കുക. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമുക്ക് എഐനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇനി ഞാനൊരു കാര്യം പറയാം. ഓക്കെ, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ക്ലയന്റിന്റെ ഒരു വിഷയമാണ്. ഓക്കെ സർ, എനിക്ക് പിന്നെ മാരക ആയുധങ്ങൾ കാണുമ്പോൾ എനിക്ക് ഉപയോഗപ്പെടുത്താൻ ഇങ്ങനെ പറയാം. കത്തി കാണുമ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, വേറെ ആ ക്ലയന്റ് എന്നോട് പറഞ്ഞത് പുരുഷന്മാരെ കാണുമ്പോൾ സെക്സ് ചെയ്യാൻ തോന്നുന്നു. ഇതാണ് അവരനുഭവിക്കുന്ന പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളായിട്ട് വന്നത്. ഓക്കെ, ഞാനത് കൺക്ലൂഷനിലേക്ക് എത്തിയത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പിന്നെ ആ പോയിന്റ് തന്നെ എടുക്കാം. എന്താണ് ഈ വിഷയം? കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം? ഇത് ഇംഗ്ലീഷിൽ തരിക എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കുറെ പോയിന്റുകളൊക്കെ ഇപ്പൊ നമ്മൾ അറ്റൻഡിങ് ഒക്കെ പറയുന്നത് എന്തൊക്കെയോ ആയിട്ടാണ് ഇതിൽ പറയാ. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ല ചിലപ്പോൾ പറയുമ്പോൾ. ഓക്കെ, കത്തി കാണുമ്പോൾ പുരുഷന്മാരെ സെക്സ് ചെയ്യുന്നത്, ഈ വിഷയം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യും? ഓക്കെ, അതിന്റെ റിസൾട്ട് വരട്ടെ. ആ റിസൾട്ട് വരുന്നതിന്റെ മുന്നേ ഇവരെ ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തു, റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ചോദിച്ചു അല്ലെ? ആദ്യം ഞാൻ ഈ പറഞ്ഞ സെക്സ് ചെയ്യുവാൻ വേണ്ടി തോന്നുന്നു എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് എടുത്തു. ആ പോയിന്റിന് എടുത്തോളം അവർ മതപരമായിട്ട് നല്ല രീതിയിൽ പിന്നെ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ലേഡി. അവരെടുത്ത് 2 കുട്ടികളുണ്ട്, ഫാർമസിസ്റ്റ് ആണ്. പിന്നെ അവരെടുത്ത് ഞാൻ ചോദിച്ചു, ഏതെങ്കിലും വിദൂര ഭാവിയിൽ പോലും നിങ്ങൾ ഇത് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല സർ, നോ നെവർ. വെറും ചിന്ത മാത്രമാണ് അതെനിക്ക്. നോക്കൂ, കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയ ഗുഡ് പോയിന്റ് ആണത് അല്ലെ? അവര് തന്നെ പറയാണ്, ഇത് ചിന്തക്കപ്പുറം വളരാൻ വിടുന്ന ഒരു പ്രശ്നമേ അല്ല. കത്തി കാണുമ്പോൾ ഞാൻ കട്ട് ചെയ്യില്ല, ഉയരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ചാടാൻ തോന്നുന്നു, പക്ഷെ ഞാൻ ചാടില്ല. ഇങ്ങനെ പുരുഷന്മാരെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഈ ചിന്തകളാണ് എൻ്റെ പ്രശ്നം. എന്തല്ല, ഇതിലേക്കൊന്നും ഞാൻ പോകില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്.
പക്ഷെ ഈ ചിന്തകളാണ് എൻ്റെ പ്രശ്നം. അപ്പൊ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ കത്തിനെ അഡ്രസ്സ് ചെയ്യണ്ട, നമ്മൾ ആത്മഹത്യനെ അഡ്രസ്സ് ചെയ്യണ്ട, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇന്റർകോഴ്സിനെ അഡ്രസ്സ് ചെയ്യണ്ട, ഒന്നിനെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന എന്തിനെ മാത്രമേ അഡ്രസ്സ് ചെയ്താൽ മതി? നമ്മൾ ആ തോട്ട്സിനെ മാത്രമേ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നോക്കാം GPT എന്താ പറഞ്ഞത് നോക്കാം. ഓക്കെ, എത്ര പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ? 10ഓളം പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും അവ്യക്തതകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, ഞാനിത് മുഴുവനായിട്ടും ഇങ്ങനെ വിശദീകരിക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് തോന്നുന്ന, കാരണം ഇത് ഒരുപാട് പേര് ഈ കാര്യങ്ങൾ, നമുക്ക് ഒരു ക്ലയന്റ് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ അത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ കേസിലും എപ്പോഴും ഇതിനെ ഒരു ഡിപ്പെൻഡബിൾ സോഴ്സ് ആയിട്ട് നമ്മൾ എടുത്ത് പോയേക്കരുത്. ചില പോയിന്റുകളൊക്കെ ശുദ്ധ അബദ്ധങ്ങളായിരിക്കും. അങ്ങനെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, ഇമ്മീഡിയറ്റ് റിസ്ക് അസസ്മെന്റ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് കത്തിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ChatGPT ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസ്ക് അസസ്മെന്റ് കണ്ട. അസസ് സൂയിസൈഡൽ തോട്ട്. ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് അസസിങ് ദ ഇന്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് സൂയിസൈഡൽ തോട്ട്സ്. അതൊക്കെ നമുക്ക് കൗൺസിലിംഗുമായി റിലേറ്റഡ്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാകും എന്തൊക്കെയാണ് നമുക്ക്. മാനേജ് സെക്ഷൽ ഏർജ്. The psychologist would also assess the impact of the sexual urge on the client's behavior. ക്ലയന്റിന്റെ ബിഹേവിയറിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ? അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് അല്ലെ, നമ്മൾ ഡെവലപ്മെന്റൽ സ്റ്റേജ് പഠിച്ചില്ലേ? സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകൾ 2 അതായിരുന്നു. സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് 1ഉം 2ഉം. പിന്നെ ഡിഫൻസ് മെക്കാനിസം ഞാൻ നിങ്ങൾക്ക് റെക്കോർഡിംഗ് അയച്ചു തന്നതും. അപ്പോൾ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എന്തെങ്കിലും ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ എല്ലാ കൗൺസിലിങ്ങിലും ശ്രദ്ധിക്കണം. ഒരു കുട്ടി പിന്നെ പഠന വൈകല്യവുമായിട്ട് വരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട്, മീൻസ് കള്ളു കുടിക്കുക, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക, സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് വരുന്നു. അതിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അവരുടെ ഇത് 2. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചതാണ് ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് റാപ്പോ. എക്സ്പ്ലോറേഷൻ ഓഫ് അണ്ടർലൈങ് ഇഷ്യൂസ്. എന്താണ്? എന്താണ് അവർ അണ്ടർലൈൻ ചെയ്യേണ്ടത്? സൂയിസൈഡൽ തോട്ട്സ് ആണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പഠിക്കും കേട്ടോ. OCD എന്താന്ന് നമ്മൾ പഠിക്കും. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു OCD എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, BPD. ഇത് രണ്ടും നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഈ 2 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ അവിടെ. പിന്നെ സെക്ഷൽ തോട്ടിനെ നമ്മൾ അഡ്രസ് ചെയ്യും. ഒരുപക്ഷെ ക്ലയന്റ് നമ്മളെടുത്ത് പറയും, സർ ഇത് ചിന്തക്കപ്പുറം എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എത്രയോ പ്രാവശ്യം കത്തിയുണ്ട്, സാറിന്റെ അടുത്തേക്ക് വരുന്നത് എന്നെ ഈ ചിന്ത എന്നെ 2 മാസം എന്നെ പിടികൂടാതെ ഉണ്ട്, പക്ഷെ എൻ്റെ ലൈഫിനെ ഇപ്പൊ ചെറിയ രീതിയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ബാധിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ കത്തി എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോയത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തോട്ട് വരുമ്പോൾ ഞാൻ അത് അന്വേഷിച്ച് പോകുന്നു എന്നുള്ളത് കൊണ്ടൊന്നും അല്ല. പക്ഷെ ആ ചിന്ത കൂടി വരുന്നു. അപ്പോഴും അവർ ചിന്തയുടെ മേലാണ്, തോട്ട്സിന്റെ മേലാണ് അവർ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ വെറും തോട്ട് മാത്രമാണ് ഇവിടെ കൗൺസിലർ പ്രധാനമായി ചെയ്യുന്നത്. ചിന്ത മാത്രമാണ് എന്ന് പറയുന്ന ആ ഒരു തോട്ടിനെ വലുതാക്കി എടുക്കുക. ഇത് ഒരിക്കലും എന്തിലേക്ക് പോവുകയില്ല, ആക്ഷനിലേക്ക് പോവുകയില്ല എന്നതാണ് അവിടെ നമ്മൾ വലുതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അത് സക്സസ് ആകേണ്ടതും. പിന്നെ CBT കൊടുക്കുക, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുക. OCD ഉള്ളവർക്ക് ഒക്കെ സാധാരണഗതിയിൽ സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അതും CBTയും നമ്മൾ പഠിക്കും. പിന്നെ ചലഞ്ച് എങ്ങനെ, സൂയിസൈഡൽ തോട്ടുകൾ എങ്ങനെ ചലഞ്ച് ചെയ്യാം, എങ്ങനെയാണ് പിന്നെ സെക്ഷൽ ഏർജസിനെ മാനേജ് ചെയ്യുക എന്നതൊക്കെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇമോഷണൽ റെഗുലേഷൻ സ്ട്രാറ്റജീസ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, BPD പറഞ്ഞില്ലേ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ വേറെ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി, DBT. അത് നമ്മള് CBT തന്നെ പഠിക്കും. DBT നമ്മൾ ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞു പോവുകയുള്ളൂ. പിന്നെ ട്രോമയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ, ഡെവലപ്പ് എ സേഫ്റ്റി പ്ലാൻ. ഇവിടെയാണ് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഡെവലപ്പ് എ സേഫ്റ്റി പ്ലാൻ എന്താണ്? ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് തന്നെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസിൽ അവരുടെ അടുത്ത് ഞാൻ ആ പെൺകുട്ടീൻ്റെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് ഇതിനെ മറികടക്കാനുള്ള ഒരു സ്ട്രാറ്റജി? അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ
ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ് മറികടക്കുക, എങ്ങനെ മറികടക്കും. നിങ്ങൾ ഒരു പോയിന്റോ 2 പോയിന്റോ പറയുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നീക്കുക എന്ന് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 2-3 ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഫാർമസിസ്റ്റ് ആയിട്ടാണ്. അത്ര ഒന്നും തിരക്കില്ലാത്ത ഒരു പിന്നെ ഒരു മെഡിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഐ ഡിസൈഡഡ് ടു എന്താ പറയുക, റിസൈൻ ഫ്രം ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടു ജോയിൻ എ ഡിഫറെന്റ് വൺ. തിരക്കുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ കുറെ എൻഗേജ്ഡ് ആവും. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളെ ഞാൻ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കും. സോ എങ്ങനെ ഞാൻ നല്ല വായനാശീലമുള്ള ആളാണ്. വായനയുടെ ലോകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ആണ്. അപ്പൊ ഞാൻ വായനയുടെ ലോകത്തേക്ക് പോകും. 2ാമത്തെ സിറ്റിങ്ങിൽ വരുന്ന സമയത്ത് ആ പ്ലാന് വർക്കൗട്ട് ആക്കി കൊണ്ടുവരികയും അവരതിന്റെ ലോകത്തുനിന്ന് പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഹസ്ബൻഡ് വിളിച്ചിരുന്നു, സാർ ഇപ്പോൾ വളരെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, ജീവിതമൊക്കെ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു. ഇപ്പൊ ഇവിടെ സേഫ്റ്റി പ്ലാനിനോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നല്ല ഒരു എന്തുണ്ടാക്കി കൊടുക്കുക, ഈ പറഞ്ഞതുപോലെ ഒരു ഗോൾ അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നോക്കൂ, ChatGPT എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതും കൂടിയൊക്കെ ഒന്ന് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പറയാനുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഏതെങ്കിലും ആയിട്ട്? അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള. നമ്മൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് സർക്കിളിലെ ഒരാൾ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് പഴയകാല ഓർമ്മകള്, പഴയകാല ഈ ടെൻഷന് കാര്യങ്ങളാണ്, പണ്ട് ചെറുപ്പകാലത്ത് അനുഭവിച്ച ചില പ്രയാസങ്ങളൊക്കെ വന്നിട്ട് അത് സ്ട്രെസ്സായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് വന്നിങ്ങനെ. അപ്പൊ അവിടെ മേലധികാരികള് അവർ പുഷ് ചെയ്യുക, അവരെ പുഷ് ചെയ്തിട്ട് ഇദ്ദേഹത്തെ വർക്ക് ചെയ്യാത്തതുകൊണ്ട്, വർക്കിൽ പെർഫെക്റ്റ് ആകാത്തതുകൊണ്ട് പല കാര്യങ്ങളും അവർ അതിന്റെ മേലധികാരികൾ പറയുമ്പോൾ വീണ്ടും ഒരു സ്ട്രെസ് ആവാണ് അദ്ദേഹത്തിന്. ഈ സ്ട്രെസ്സുകളെല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെ നിൽക്കേണ്ട തലയിൽ പഴയ കാലത്തെ ചില ഓർമ്മകളും അങ്ങനെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു ഇത് കിട്ടുന്നില്ല. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു, ഈ പറഞ്ഞ വിഷയം നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് പോവാം പതുക്കെ. ഓക്കെ, ഒന്ന് പറയൂ. അതെ, ഇദ്ദേഹത്തിന് പഴയ ശ്രദ്ധിക്കണേ. വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ട് ഇങ്ങനെ വിമ്മിട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസ്ഥയാണത്. പഴയകാല ചിന്തകൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് പല ആളുകളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാനസിക പ്രയാസങ്ങൾ ഇതൊക്കെ പുറത്ത് പറയാനായിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുള്ള അയാൾക്ക് ഫ്രണ്ട് സർക്കിൾ കുറവാണ്. അപ്പൊ അങ്ങനെ അത് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഈ സ്ട്രെസ്സുകളെല്ലാം കൂടി ഇദ്ദേഹത്തെ മനസ്സിലിങ്ങനെ വേട്ടയാടാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ വരാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മേലധികാരികളിൽ നിന്ന് വർക്ക് ചെയ്യാത്തത് കൊണ്ടുള്ള ശകാരങ്ങൾ കിട്ടും. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് സ്ട്രെസ്സും തലവേദനയൊക്കെ ആയിട്ട് വരുന്നത്. അതാണ് പ്രോബ്ലം. അതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ചെറിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, പഴയ കാലങ്ങളിലെ ചിന്തകൾ വന്ന് നെഗറ്റീവ് ചിന്തകൾ അല്ലെ, നെഗറ്റീവ് ചിന്തകൾ വന്ന് ടെൻഷൻ ആകുന്നു. ഓക്കെ, സുഹൃത്തുക്കൾ കുറവാണ്, ജോലി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല കാര്യങ്ങളൊന്നും. ഉള്ളിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുക. അതിനാൽ മേലധികാരികളിൽ നിന്ന് പിന്നെ എന്താ പറയാ, വർക്ക് ചെയ്യാത്തോണ്ടല്ല അവരുടെ വർക്ക് നീങ്ങണല്ലോ അവർക്ക്. അതെ, അങ്ങനെ ഉണ്ടാകും. അവരുടെ അടുത്ത് പറയാനും പറ്റൂല എന്താ കാരണം. അങ്ങനെ ഒരു വിഷയം. ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തതിനാൽ മേലധികാരികളിൽ നിന്ന് വഴക്ക് വഴക്ക് കിട്ടുന്നു.
കേൾക്കേണ്ടി വരുന്നു. ഓക്കെ, നോക്കൂ, ഞാൻ ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇത്രയും സിമ്പിളായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇപ്പൊ നമ്മളൊരാള് വിളിക്കുകയാണ്, ഇപ്പൊ ഈ കേസ് നമുക്ക് വിളിക്കുകയാണ്, സാർ എനിക്കൊരു കൗൺസിലിംഗ് വേണം. എവിടുന്ന് വിളിക്കുന്നു? ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. എത്ര വയസ്സ്? ഓക്കെ, പുരുഷനാണോ സ്ത്രീയാണോ, നിങ്ങൾക്കാണോ അതോ നിങ്ങളുടെ ആർക്കെങ്കിലും ആണോ? ഇതൊക്കെ ചോദിച്ചാൽ എന്താണ് അപ്പൊ പറയുന്നത്? സാറ് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുന്നു, എനിക്കാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സ് ഇല്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളെ അടുത്ത് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്നു. നോക്കാം എന്താ ഇത് പറയുന്നത് നോക്കാം. ഇത് മലയാളത്തിലും കിട്ടും കേട്ടോ, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് മലയാളത്തിലും കിട്ടും. പക്ഷെ കുറെ വേർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടില്ലേ? ഇവിടെയും CBT വരുന്നുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാ CBT വന്നേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നേരത്തെ CBT വന്നു, ഇവിടെയും CBT വന്നു. ആർക്കും പറയാൻ പറ്റും? നെഗറ്റീവ് തോട്ട്സ് ഉള്ളതുകൊണ്ടാണോ? തോട്ട്സ് ആണ്, നെഗറ്റീവോ പോസിറ്റീവോ ആവട്ടെ. അപ്പോ തോട്ട്സ് റിലേറ്റഡ് വിത്ത് എന്താണ്, നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ച് വരികയാണ്. അത് എന്തുകൊണ്ട് ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു? ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായി അല്ലെ? ആ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അവിടെ നമുക്ക് എന്തായി, പിന്നെ പ്രശ്നമായി. ഒരു മിനിറ്റ്, ഞാനൊരു സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാനിപ്പോ നാട്ടിലെ ബാച്ചിലും ഗൾഫിലെ ബാച്ചിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഗ്രൂപ്പിന്റെ പേര് ഓക്കെ. ആദ്യം നമുക്കിത് നോക്കാം, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഇനീഷ്യൽ അസസ്മെന്റ് ആൻഡ് റാപ്പോ ബിൽഡിംഗ്. ഓക്കെ, അത് ഞാനിപ്പോ വീണ്ടും വിശദീകരിക്കുന്നില്ല. അവരെ ഗ്യാദർ ചെയ്യുന്നു, ട്രസ്റ്റ് ബിൽഡിംഗ് ഒക്കെ നടത്തുന്നു. പിന്നെ ഇവിടെ ഇപ്പോ GPT നമുക്ക് തന്നിട്ടുള്ളത് സൗണ്ട് ക്ലിയർ ഇല്ലേ? ഞാൻ ഇത് ഹെഡ്സെറ്റ് വെച്ചോണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ? സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ GPT നമുക്ക് തന്നിട്ടുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. അതായത് അത് നെഗറ്റീവ് തോട്ടുകളെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന നിലക്കാണ്. അത് CBT പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുക. നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരുടെ അടുത്ത് ചോദിക്കുക, വാട്ട് ആർ ദ ബെനിഫിറ്റ്? എന്താണ് ഈ നെഗറ്റീവ് തോട്ടുകൾ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടന്നത് കൊണ്ട് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് യു ആർ എന്താ പറയുക ഗെയിനിങ്? ഈ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, കൗൺസിലി തമ്മിൽ ഉണ്ടാകുന്ന അതാണ് നമ്മുടെ വേ ഓഫ് ടോക്കിംഗ്, സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ. ഇതൊക്കെ കൗൺസിലിനെ ബാധിക്കുന്നതാണ്. എന്ത് തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ടും കൊണ്ട് കിട്ടുന്നത്? പറയൂ, അല്ലെങ്കിൽ എഴുതൂ എന്ന് പറയുമ്പോൾ, സാർ നെഗറ്റീവ് തോട്ടുകൾ കൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടാനാണ്? സോ വാട്ട് ആർ ദ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ? സാർ ഒരുപാട് നഷ്ടങ്ങൾ. ഈ ക്ലയന്റ് നമ്മളെ അടുത്ത് എന്താ സംവദിക്കുക? സാർ എന്നെ വഴക്ക് പറയുന്നു, എനിക്ക് ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നുള്ള ഭയം. സോ മനസ്സിലായില്ലേ? അപ്പോ അവരെ എന്താകുന്നു? കൗൺസിലിയെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അയാൾക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ബോധവാനാകുമ്പോൾ അയാൾ അതിൽ നിന്നും വിഡ്രോ ചെയ്യുവാനുള്ള മാനസികമായ ഒരുക്കത്തിലേക്ക് മനുഷ്യനെത്തും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോ ചലഞ്ച് നെഗറ്റീവ് തോട്ട്സുകളെ ചലഞ്ച് ചെയ്യുവാനായിട്ട് അവരെ സജ്ജരാക്കുക. അതാണ് CBTയിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഡെവലപ്പ് പോസിറ്റീവ് കോപ്പിംഗ് മെക്കാനിസം.
നിങ്ങൾക്ക് സാധ്യമാണ്. അവരുടെ അടുത്ത് പറയരുത് നിങ്ങൾക്ക് സാധ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ സാധ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കഴിയും, നിങ്ങൾക്ക് അതിനുള്ള വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഇവര് തന്നെ അറ്റൻഡിങ്ങിന്റെ സമയത്ത് കൗൺസിലർ ആകുന്ന നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളല്ലേ ഇപ്പൊ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ക്ലാസ്സിൽ മുമ്പൻ. പഠിക്കാൻ ഉഷാറല്ലെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ, ആർട്സ് ആക്ടിവിറ്റീസിൽ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ സയൻസ് ഫയർ മീൻസ് ശാസ്ത്രമേള വരുന്ന സമയത്തൊക്കെ ഞാൻ മുമ്പിൽ നിന്നിട്ടാണ് സാറ് ചെയ്തിരുന്നത്. ഇപ്പൊ എങ്ങനെ ആയിപ്പോയിന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ചിന്തകൾ നമുക്ക് കിട്ടും. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മേലെ പിടിക്കണം നമ്മൾ. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇന്ന ശീലങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ജോലിയിൽ കയറുന്നതിന്റെ മുന്നേ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടായിരുന്നു. സോ യു ക്യാൻ, നിങ്ങൾക്ക് കഴിയും. അതിന്റെ മേലെയാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ പോസിറ്റീവുകളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവർ പറഞ്ഞ എന്താന്ന് കഴിയട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് നമ്മളിലേക്ക് വരാം. ഓക്കെ, ഇംപ്രൂവ് വർക്ക് കോൺസെൻട്രേഷൻ. വർക്ക് കോൺസെൻട്രേഷൻ എന്താണ്? മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫോക്കസ് എക്സസൈസസ്. എന്താണ്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിലാക്സേഷൻ തെറാപ്പി ചെയ്തു കൊടുക്കണം ആൾക്ക്. നമ്മൾ പ്രാക്ടിക്കലിന് വരുമ്പോൾ റിലാക്സേഷൻ തെറാപ്പി നമ്മൾ പഠിക്കും കേട്ടോ. റിലാക്സേഷൻ തെറാപ്പി രാവിലെയും വൈകിട്ടും, പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും, ഇല്ലെങ്കിൽ രാവിലെ നിർബന്ധമായും ഒരു 5 മിനിറ്റ് റിലാക്സേഷൻ തെറാപ്പി ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ അവരെ തന്നെ പഠിപ്പിക്കും. അപ്പൊ റിലാക്സേഷൻ തെറാപ്പി, ഫോക്കസ് എക്സസൈസ്, ടൈം മാനേജ്മെന്റ് ആൻഡ് ടാസ്ക് പ്രയോറിറ്റൈസേഷൻ. എന്താണ്? നിങ്ങൾക്ക് തരുന്ന വർക്കിനെ, എന്ത് തരത്തിലുള്ള വർക്കാണോ അതിനെ എന്ത് ചെയ്യുക, പിന്നെ അതിനൊരു ടാസ്ക് ആക്കി എടുത്ത് ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും എന്ന ഒരു പേപ്പറിന്റെ കഷ്ണം മുന്നിൽ വെക്കാൻ വേണ്ടി പറയുക. പിന്നെ കമ്പനി തരുന്ന അല്ലെങ്കിൽ ബോസ് തരുന്ന കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് രേഖപ്പെടുത്തി, ഇന്ന് ചെയ്യേണ്ട വർക്ക്, നാളെ ചെയ്യേണ്ട വർക്ക്, അടുത്ത ആഴ്ച ചെയ്യേണ്ട വർക്ക്, ഇന്ന് ചെയ്യേണ്ട വർക്ക് തന്നെ ഉച്ചന്റെ മുന്നേ ഞാൻ എത്ര തീർക്കും, അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ എത്ര തീർക്കും, ഉച്ചന്റെ മുന്നേ തീർക്കും, ആഫ്റ്റർനൂണിനെ ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും ഇടയിൽ 2 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് അതിൽ ഫസ്റ്റ് പകുതിയിൽ ഞാൻ എത്ര തീർക്കും, അവസാന പകുതിയിൽ ഞാൻ എത്ര തീർക്കും എന്ന് തുടങ്ങിയ ഒരു പ്രയോറിറ്റൈസേഷൻ ചാർട്ട്, എന്നിട്ട് ടിക്ക് ചെയ്ത് പോവുക. ഇങ്ങനെയുള്ള ചില വർക്കിന്റെ ഇതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അഡ്രസ്സിങ് വർക്ക് റിലേറ്റഡ് സ്ട്രെസ്. അവർ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ, എക്സ്പ്ലോർ വർക്ക് പ്ലേസ് ഇഷ്യൂസ്. പലർക്കും പല തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായിരിക്കുക. ഞാനത് പറയാം, ഞാൻ ഇപ്പോ ഇങ്ങനെയുള്ള ഒരു മേഖലയിലേക്കൊക്കെ വരുന്നതിന് ഞാൻ ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്നു കുറെ കാലം വർക്ക്, 10 വർഷം. എനിക്കുണ്ടായിരുന്ന ഒരു സ്ട്രെസ്സിനെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയോ? അപ്പൊ ഞാൻ ഒഴികെ ബാക്കി 23 പേരും അറബികളാണ്, ഞാൻ ഒരാൾ മാത്രമാണ്. അപ്പൊ എന്റെ ബോസിനെ അതുകൊണ്ട് തന്നെ എന്താ പറയാ, എന്നെ എങ്ങനെയെങ്കിലും പുറത്താക്കിയിട്ട് അവിടെ കൂടി ഒരു അറബീനെ വെക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനായിരുന്നു ആ മനുഷ്യൻ. അപ്പൊ എന്റെ അടുത്ത് ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞ് സംഭവിക്കുന്നതിനൊക്കെ വലിയ പ്രൊജക്ട് ചെയ്തിട്ട് ആരിനെ കാണിക്കും? ഹയർ അതോറിറ്റീനെ കാണിക്കും. അപ്പോ ഇവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഗൾഫിൽ ജോലി ചെയ്യണമെന്നില്ല അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 4-4:30 ആകുമ്പോഴത്തേക്ക് അവർ പൊടിയും തട്ടിയിട്ട് അവർ എണീറ്റ് പോകും. പിന്നെ ആ വർക്കെല്ലാം കൂടിയിട്ട് നമ്മളാണിത് തീർത്തിട്ട് മുന്നോട്ട് പോകും. മുന്നോട്ട് പോവുക. കുറച്ച് ലീഡർഷിപ്പിലുള്ള കുറച്ച് പേരും, പിന്നെ നമ്മൾക്ക് എത്രയായാലും വർക്ക് തീർത്തിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവര് ചെയ്യുന്ന മിസ്റ്റേക്സുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോ ഇങ്ങനെ ഒരിക്കൽ ഇതേപോലെ എന്നെ വിളിച്ചപ്പോ ഈ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ ഒരു എക്സൽ ഷീറ്റിലാക്കി ഉണ്ടാക്കി വെച്ചു. അപ്പൊ ദീസ് ആർ കോമൺ ഹ്യൂമൻ എറർ എന്ന് എനിക്ക് പ്രസന്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഹെഡായിട്ടുള്ള ഇന്ന ആള് നിങ്ങളെ പറ്റിയിട്ടുള്ള ഇന്ന കംപ്ലൈന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ എക്സൽ സാർ ഐ നീഡ് 2 minutes എന്ന് പറഞ്ഞു വന്നു. ഞാൻ എക്സൽ ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ HR കാണിച്ചു. സാർ ഇതാണ് 4:30 മണിക്ക് ശേഷം എന്റെ കൊളീഗ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സംഭവിച്ചിട്ടുള്ള കോമൺ എറേഴ്സ്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും അവരുടെ പ്രശ്നമല്ല, ഇതൊക്കെ വർക്ക് പ്രഷറിന്റെ സമയത്ത് ഹ്യൂമൻ എററുകളായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ അവരുടെ പ്രശ്നത്തെ മറികടക്കുവാനുള്ള വിഷയം എന്താണെന്ന് അവരുടെ പ്രശ്നത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. ഓരോ വർക്കിനും ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എക്സ്പ്ലോർ വർക്ക് പ്ലേസ് ഇഷ്യൂസ്. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്ട് തന്നെയാണ് കേട്ടോ. സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്, പല ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ പലയിടത്തും നടക്കാറുണ്ട്. സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഈ റിലാക്സേഷൻ തെറാപ്പിയിലൂടെ തന്നെ ഇതാക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
പിന്നെ സോഷ്യൽ സപ്പോർട്ട് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിൽ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അത് മുഴുവൻ വിഴുങ്ങല്ല, ഇത് നമ്മുടെ ടൈറ്റിൽ വിഷയമേ അല്ല, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യേയില്ല. പിന്നെ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ ആ ക്ലയന്റിന് പിന്നെ സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ബിഹേവിയറൽ ആക്ടിവേഷൻ, നിങ്ങളുടെ സ്വഭാവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അറ്റൻഡിങ്ങിന്റെ സമയത്ത് അയാൾ തന്നെ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് അതിന് കഴിയും എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരുക. ഗ്രാജുവൽ എക്സ്പോഷർ ടു പിന്നെ എന്താ പറയാ സ്ട്രെസ്സേഴ്സ്. ഓക്കെ, ഗ്രാജുവൽ ആയിട്ട് ഇതിനൊക്കെ എന്താ പറയാ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. റെഫറൽ ഫോർ മെഡിക്കൽ ഇവാലുവേഷൻ ഇഫ് നീഡഡ്. ഇഫ് നീഡഡ് ആണ്. ചിലപ്പോൾ ഒരുപാട് പിന്നെ ഒന്നാകെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ കൂടിയിട്ട് പിന്നെ ചിന്തിക്കാൻ വേണ്ടി പറ്റാത്ത തരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷനിലേക്കൊക്കെ മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഓൺഗോയിങ് സപ്പോർട്ട് ആൻഡ് മോണിറ്ററിങ്, നമ്മളിവിടെ സന്നദ്ധനാണ്, ഇനിയും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്നൊക്കെ പറയുക. ഓക്കെ, ഞാൻ ജനറലി നിങ്ങളടുത്ത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ChatGPT പരിചയപ്പെടുത്തിയപ്പോൾ ഓക്കെ ഇത് കുറച്ച് യൂസ്ഫുൾ ആണ്, ഇത് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് പറയാട്ടോ, കാരണം ഇതിന് വലിയ കാര്യമൊന്നുമില്ല സാറ്, നമ്മൾ പഠിച്ച സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ പറയാം. ഹൗ യു ഫീൽ ഞാനിത് പരിചയപ്പെടുത്തി തന്നപ്പോ? എനിക്ക് തോന്നിയ ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. കാരണം എനിക്കിപ്പോ നമ്മൾ ഇത്രയും വർഷങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും എന്റെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വരുമ്പോ ഞാൻ ടെലിഫോൺ ചെയ്തിട്ട് എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആ സബ്ജക്ട്, അത് കുറെ കാലമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, പിന്നെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ആ കാര്യങ്ങൾ ജസ്റ്റ് ChatGPT-യിൽ ഇട്ട് നമുക്ക് പറ്റിയിട്ടുള്ള ചില പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് വെക്കും. എനിക്ക് നന്നായിട്ട് തോന്നി, കാരണം ഞാനിപ്പോ മറ്റുള്ളവരുടെ അടുത്ത് പ്രസന്റ് ചെയ്തപ്പോഴൊക്കെ അവരും നല്ല രീതിയിലാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. എഴുത്തുപകരണങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. എഴുത്തുപകരണങ്ങൾ മതി. ക്ലിയറാ? ഓ എന്താ സാറേ? ഗൂഗിളിൽ പോയിട്ടേ എഴുത്തുപുര എന്ന് അടിച്ചാൽ മതി. എഴുത്തുപുര അതന്നെ. ഈ പിന്നെ എഴുത്തുപുര എന്ന് മംഗ്ലീഷില് EZ എന്തൊക്കെയാണ് അപ്പൊ വരും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ ഓൺലൈനിൽ അതിൽ ക്ലിക്ക് ചെയ്ത ഒരു ഭാഗം വരും. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ് സാർ. ഇതിൽ അടിച്ചു കഴിഞ്ഞാല് ഏതാണ്ട് കുറെ അടിക്കുമ്പോഴും നമ്മൾ ഏതാണ്ടൊക്കെ കോമൺ ആയിട്ട് തന്നെ ഉള്ളതല്ലേ വരുള്ളൂ. എന്തായാലും ഇതൊരു മനുഷ്യൻ പറയുന്നത് പോലെയുള്ള ആകാൻ സാധ്യത ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ നമ്മൾ വിഴുങ്ങരുത്. നമുക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ കിട്ടുന്ന സംഭവങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഇപ്പൊ ഈ വർക്ക് സ്ട്രെസ് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതിൽ കണ്ടില്ലേ? ഇതില് ഇതിൽ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട CBT-യിലേക്ക് അത് വരും എന്നറിയാം. കാരണം തോട്ട്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ CBT അവിടെ കടന്നു വരും. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള വലിയൊരു പോയിന്റ് ആണ് എന്താണ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, എവിടെയത് ബിഹേവിയറൽ ആക്ടിവേഷൻ, സൈക്കോ എഡ്യൂക്കേഷൻ, സോഷ്യൽ സപ്പോർട്ട്, ഇതിലൊരു സോഷ്യൽ സപ്പോർട്ട്, എഡ്യൂക്കേഷൻ, ബിഹേവിയറൽ ആക്ടിവേഷൻ, ഇതൊരു പോയിന്റ് പറഞ്ഞല്ലോ ഇവിടെ. ഇത് കൊടുക്കുന്നത് എന്താ പറയാ, തെറപ്പിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ. ഇംപ്രൂവ് വർക്ക് കോൺസെൻട്രേഷൻ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആ പ്രസന്റേഷൻ ഞാൻ ക്ലോസ് ചെയ്തു അല്ലേ? സോറി, ഒരു മിനിറ്റ്. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞില്ലേ, ഇംപ്രൂവ് വർക്ക് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞതിൽ നോക്കൂ. മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫോക്കസ് എക്സസൈസ്, ടൈം മാനേജ്മെന്റ് ആൻഡ് ടാസ്ക് പ്രയോറിറ്റൈസേഷൻ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ള സാധനം അതാണ്. മനസ്സിലായില്ലേ? അവർക്ക്, കാരണം ഇവർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, ഈ ജോലി ചെയ്യുന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു കൗൺസിലറിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അഡ്വൈസ് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അവരുടെ മനസ്സിലുണ്ടാകും. നമ്മളുടെ അടുത്ത് നിന്ന് ഈ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ അവർ എന്ത് ചെയ്യും, പ്രയോറിറ്റൈസ് ചെയ്യും. അതിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശക്തി കിട്ടുകയും ചെയ്യും.
അപ്പൊ കോമൺ ആയിട്ട് റഫീഖ് ഭായി പറഞ്ഞ പോലെ കോമൺ ആയിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അത് ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അപ്പൊ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മൾ ഈ സാധനം അങ്ങനെ തന്നെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അയാളിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മളുടെ അറ്റൻഡിങ്ങും റെസ്പോണ്ടിങ്ങും പേഴ്സണലൈസിങ്ങും ഗോൾ സെറ്റിങ്ങും അതേപോലെ തന്നെ ടെർമിനലും നമ്മളിത് അങ്ങനെ തന്നെ പോകണം. അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ ആഡ് ചെയ്യണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, അപ്ലൈ ചെയ്തൊന്ന് തുടങ്ങിക്കോ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് തുടങ്ങിക്കോ. നിങ്ങൾ മൊബൈലിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വേണമെന്നില്ല, മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം. മലയാളത്തിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ. മലയാളത്തിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ ഇതേ സാധനം തന്നെ എങ്ങനെ കൗൺസിലിംഗ് ചെയ്യും നോക്കുക. ഓക്കെ, മലയാളത്തിൽ എന്താ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ചില വേർഡുകളൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. ക്ലിയർ ആയിരിക്കില്ല. ചില വേർഡുകളൊക്കെ വളരെ ഇതാണ്, ബുദ്ധിമുട്ടാണ് വായിച്ചിട്ടില്ല മലയാളത്തിൽ. കൈകാര്യം ചെയ്യും മലയാളത്തിൽ ഉത്തരം നൽകുക. ആദ്യമേ വിശദമായ കൺസൾട്ടേഷൻ. കണ്ടില്ലേ, പ്രശ്നത്തെ മനസ്സിലാക്കുക, വിശ്വാസം സ്ഥാപിക്കുക. വിശ്വാസം സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് ഉദ്ദേശിക്കുന്ന റാപ്പോ ബിൽഡ് ചെയ്യലാണ്. നെഗറ്റീവ് ചിന്തകളുടെ ചികിത്സ, നെഗറ്റീവ് തോട്ട്സ് ഹാൻഡ്ലിങ്. അതിന് ഇംഗ്ലീഷും തരുന്നുണ്ട്. CBT, ചിന്ത തടയൽ ടെക്നിക്കുകൾ, ജോലിക്ക് ബന്ധപ്പെട്ട സമ്മർദ്ദം കൈകാര്യം ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. അതന്നെ സെയിം തന്നെ മലയാളത്തിലേക്ക് ടാസ്ക് മാനേജ്മെന്റ്. ഇംഗ്ലീഷ് വേർഡുകളൊക്കെ വരുന്നുണ്ട്. അതെ. നമുക്കൊരു ഐഡിയ ഉണ്ടാക്കുക എന്നത് ഞാൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ഇതിനെ എന്താ പറയാ, ഇതൊരു അൾട്ടിമേറ്റ് സാധനമായിട്ട് എടുക്കരുത്. കാരണം ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. ChatGPTക്ക് പിന്നെ എന്താ പറയാ, എല്ലാത്തിനും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന എല്ലാത്തിനും അതിന്റെ പരിമിതികളുണ്ട്. ജസ്റ്റ് റെഫർ ചെയ്യാനുള്ള ഒരു ഇത് മാത്രമായിട്ട് കണ്ടാൽ മതി. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. ജസ്റ്റ് റെഫർ ചെയ്യാനുള്ളത്. അത് കുറച്ചൊന്ന് പ്രാക്ടീസിങ്ങിലേക്കൊക്കെ വരുമ്പോ ഓക്കെ, നമുക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന്. അതോടൊപ്പം തന്നെ ഓക്കെ, ആധുനിക പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ നമുക്കറിയാത്തതോ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ. ചില കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കും, ഇങ്ങനെ ഒന്ന് ഇതിന്റെ റിസൾട്ട് എടുക്കുമ്പോൾ ഒന്നും എടുക്കാനുണ്ടാവില്ല. അപ്പാടെ തന്നെ അത് നമ്മൾ കളഞ്ഞേക്കും, എടുക്കൂല. അപ്പോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ. എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് സംശയ നിവാരണങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ അടുത്ത ക്ലാസ് ഇത് നമ്മൾ സൈക്കോ സെക്ഷൽ ആണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനി സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.